ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അതിനായിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത്. ഇതിപ്പോൾ ഞാൻ പഴയ ഇതിന് മുന്നത്തെ വീട്ടിൽ എടുത്തിട്ടുള്ള വീഡിയോസാണ്. അവിടുന്ന് ഞാൻ എടുത്ത കുറച്ച് വീഡിയോസൊക്കെ എപ്പോഴും അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഓരോ തിരക്കും എനിക്ക് സുഖമില്ലാതൊക്കെ ആയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ബാക്കി വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ രാവിലെ ബീഫ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ അടുത്തന്നെ പച്ചക്കറി ഷോപ്പല്ല, ഒരു കലൂർ റോഡ് സൈഡിൽ തമിഴ് ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള തമിഴ്നാട്ടിലെ പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷായിട്ട് ആണ് എല്ലാതും അവിടെ ഇരിക്കുന്നത്. ഒരുപാടുണ്ട്. അവർ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ രാവിലെ, അതായത് അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവർ ആ ഷോപ്പുകളൊക്കെ തുറക്കുന്നതിന് മുന്നേ തന്നെ ഇവരിതൊക്കെ വിറ്റഴിക്കും. അപ്പോൾ അതായിരുന്നു ലക്ഷ്യം. നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസാണൊക്കെ. നല്ല തിരക്കുണ്ട് കേട്ടോ. രാവിലെ തന്നെ അവർ 4 മണിക്കൊക്കെ ലോഡ് ഇറക്കി കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതിൽ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇത് ഞാൻ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇനി ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് കറി 2 തരത്തിലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ ഇപ്പം ഞാനിവിടെ എറണാകുളത്താണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എറണാകുളത്താണെന്നുള്ളത്. ഇങ്ങോട്ട് വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മോളുടെ പഠിപ്പിന് വേണ്ടിയിട്ടായിരുന്നു. മോൾക്ക് ഹോസ്റ്റലിൽ ആണ് കിട്ടിയത്. പക്ഷേ ഹോസ്റ്റൽ ഒഴിവാക്കാം എന്ന് കരുതിയിട്ട് ഞാനും കുട്ടികളും കൂടിയിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. ഇവർക്ക് എറണാകുളത്തേക്ക് വരാമെന്ന് നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലതും വളരെ എക്സ്പെൻസീവാണ്. റൂമായാലും ഈവൻ ഇലക്ട്രിസിറ്റി ബില്ല് ഒക്കെ നമ്മളുടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിൽ തന്നെയാലും ഇവിടെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. എങ്കിലും ഞാൻ ഹോസ്റ്റൽ ഒഴിവാക്കിയ എൻ്റെ മോള്, പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോൾ ഹോസ്റ്റലൊക്കെ ഇന്ന് സർവ്വസാധാരണ എല്ലായിടത്തും നിൽക്കുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കെന്തോ കുട്ടികൾ അടുത്തില്ലാതാവുമ്പോൾ ഒരു ബുദ്ധിമുട്ടും, പിന്നെ എനിക്ക് അത്ര ഒരു സേഫായിട്ട് മക്കൾ സെക്യൂർ അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അത് കാരണം വളരെ റിസ്ക് എടുത്തിട്ടാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ അവിടുന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ മോനെ ഇവിടെ ചേർത്തി മോളെ ചേർത്താൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വന്ന ടൈമിൽ ഞങ്ങൾ ഇത്തിരി ലേറ്റായി പോയി. ഞങ്ങളിവിടെ റൂം കിട്ടാതെ ജനുവരി മുതലേ വരാൻ നോക്കായിരുന്നു. റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് നവംബറിലാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. അപ്പോഴത്തേനും ലേറ്റായിപ്പോയി. പിന്നെ കുറച്ച് ആൾക്കാരുടെയൊക്കെ റെക്കമെൻഡേഷനുണ്ട് ഞങ്ങൾക്ക് മൂവാറ്റുപുഴ ഒരു കോളേജ് സീറ്റ് കിട്ടിയതായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ഹോസ്റ്റലിൽ നിൽക്കണമെന്ന്. അപ്പം ഞാനത് പെട്ടെന്ന് കേട്ടപ്പോൾ എന്താ പറയുക, ഹോസ്റ്റൽ ഒഴിവാക്കാൻ വേണ്ടി ഞാനും കൂടി ഇങ്ങോട്ട് വളരെ കഷ്ടപ്പെട്ട് വന്നിട്ട് ഇനി പിന്നെ ഹോസ്റ്റലിലാക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് അത്ര ഇതായില്ല. ഇനിയിപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാകുന്ന വെച്ചിട്ട് ഞാൻ ഹോസ്റ്റൽ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അഡ്മിഷൻ നമുക്കത് മിസ്സാവുകയാണ് ചെയ്തത്. പിന്നീട് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, എന്ത് പണിയാണ് കാണിച്ച് മെഡിസിനിലെ ഇതിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഹോസ്റ്റലിൻ്റെ നിർബന്ധമാണ്, അങ്ങനെ തന്നെ അവർ പഠിപ്പിക്കുള്ളൂ. ഹോസ്റ്റലില്ലാത്തൊരു കോളേജിൽ നിന്ന് പഠിപ്പിക്കാൻ ചാൻസ് കുറവാണ്. നല്ല ഗവൺമെൻറ്റിൽ ഇത്ര നല്ലത് കിട്ടിയിട്ട് മോളെ മാർക്സ് നോക്കിയിട്ടാണ് കേട്ടോ എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ കിട്ടിയിട്ട് മിസ്സാക്കില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കത് ഞാൻ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരോടത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പോയി, കാരണം ഒരു സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് വേണ്ടിയിട്ട് അവർ റെക്കമെൻഡേഷനിൽ തന്നതാണ്. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യുക, നെക്സ്റ്റ് ഇയറിൽ നമുക്ക് നോക്കാം, കുട്ടിയെ വെറുതെ എടുത്തണ്ട, ഇതിന് കോച്ചിങ്ങിന് വിട്ടാൽ നമുക്ക് എൻട്രൻസ് എഴുതിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയർ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവളെ എൻട്രൻസിന് അവിടെ അഡ്മിഷൻ കോച്ചിങ്ങിന് ചേർത്തി. അപ്പോൾ ഇതാ അൽഹംദുലില്ലാ എക്സാം കഴിഞ്ഞു. ഇപ്പോൾ റിസൾട്ടും വന്നു. ഇപ്പോൾ
അവളെ ഇനി എവിടെയാണ് കിട്ടണമെന്ന് നമുക്ക് നോക്കണം. ഇനി അവരുടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കി കിട്ടുമോ എന്താണെന്ന് അറിയില്ല, ഭാഗ്യം പോലെ ഇരിക്കും. എന്തായാലും ദുആ ചെയ്യുക. ഞാൻ അത്രയും അതിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കിട്ടാനായിട്ട്. കാരണം ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ വല്ലാതെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ കിട്ടിയാലും ഹോസ്റ്റൽ തന്നെ, ഏത് കോളേജ് കിട്ടിയാലും ഹോസ്റ്റൽ തന്നെ. അപ്പം ഞാൻ കരുതി ഇപ്പോൾ ഹോസ്റ്റൽ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഇതിൽ മക്കൾ പഠിച്ച് വരുമ്പോൾ ഒരുപാട് അവരുടെ സ്റ്റഡീസിന് തന്നെ ഒരുപാട് പൈസ ആയിരിക്കും, നല്ല ചിലവല്ലേ. പിന്നെ ഇപ്പോൾ എൻ്റെ ഇൻകം എന്ന് വെച്ചാൽ ഓൺലി സാലറിയാണ്. ഒരു സാലറി മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മുന്നേന്ന് വെച്ചാൽ നമുക്ക് ഒരു അഡീഷണൽ ഇൻകത്തിനായിട്ട് ഉണ്ടായിരുന്നു, ട്രാവൽസ് ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് സാലറി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളായാലും പിന്നെ അഡീഷണൽ എന്തെങ്കിലും എക്സ്പെൻസ് ആയാലും നമുക്കതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നു. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, കോവിഡൊക്കെ വന്നപ്പോൾ എല്ലാതും ഇതായിപ്പോയി, നമ്മൾ നിയന്ത്രണത്തിലല്ലാതായിപ്പോയി, എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഓരോന്ന് കണക്കാക്കിയപ്പോൾ തന്നെയല്ലേ വരുള്ളൂ. ഇപ്പോൾ എന്ന് പറയണത് ഇനിയിപ്പോൾ മോളെ ഹോസ്റ്റലിലാക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇവരെ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കാനായിട്ട് നല്ലൊരു എമൗണ്ട് വരും. ഇനിയിപ്പോൾ മോനും വരികയാണ്, അവനക്കും ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ മുതൽ ഇപ്പോൾ ക്ലാസ് +1 ഒക്കെ ആകുമ്പോൾ മുതൽ നമുക്ക് പൈസയുടെ ചിലവ് അവിടെയും വരികയാണ്. പിന്നെ എന്ന് പറയണത് ഒരു വീട്, അൽഹംദുലില്ലാഹ് ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു വീടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതെന്ന് പറയുന്നത് നമുക്ക് മക്കളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ഒന്ന് വരുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഒരു നല്ലൊരു ഇത് വരാൻ പോലും അവിടെയുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ അതെന്തായാലും നമുക്ക് വേറൊരു വീട് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അതന്ന് കിട്ടിയത് വലിയൊരു കാര്യം. കാരണം ഞാൻ വീടൊന്നും ഇല്ലാതെ വാടകയ്ക്ക് താമസിച്ചിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്നൊരു സമയത്ത് നമുക്ക് ആ ഒരു വീട് എനിക്കെൻ്റെ മാമ തന്നതാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. പക്ഷേ അത് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളുടെ വല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മാറുക അല്ലെങ്കിൽ വേറെ ഇത് നോക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. ഇപ്പോൾ ഇത് സമയമായി, പക്ഷേ നമ്മളുടെ മുന്നത്തെ അവസ്ഥയല്ല ഇപ്പോൾ എന്താ പറയുക, ആ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നല്ല ബർക്കത്തുണ്ടായിരുന്ന വീടാണ് കേട്ടോ. ലൈഫിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും നമ്മളുടെ ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അവിടെ കയറിയതിന് ശേഷമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ വീടിനോടും വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റാണ്. പക്ഷെ നമുക്ക് വേറൊരു വീട് അത്യാവശ്യമാണ്. വെച്ചാൽ അതിൽ സൗകര്യങ്ങളൊന്നുമില്ല, മക്കളുടെ കല്യാണമൊന്നും വരുമ്പോൾ. അപ്പോൾ അതിനായിട്ടുള്ളൊരു സൗകര്യമായിട്ടുള്ളൊരു വീട്, വലുതൊന്നും വേണ്ട, നമുക്ക് ചെറിയൊരു നല്ല കുഴപ്പമില്ലാത്തൊരു വീട് മതി. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം. അതും എൻ്റെ മക്കളുടെ പഠിപ്പ് എന്ന് പറയണത് മക്കൾക്കാണെങ്കിൽ നിർബന്ധമാണ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അവരുടെ ഒരു 2 കാര്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നടക്കുക ഞാൻ. അതായത് നല്ല രീതിയിൽ എന്ത് റിസ്ക് എടുത്തിട്ടായാലും ഹലാലായ പൈസ കൊണ്ട് എൻ്റെ മക്കൾക്കൊരു പഠിപ്പും അവർക്ക് നല്ലൊരു വീടും ഇതെൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് വേറെ സ്ഥലത്തേക്ക് ഒരു മൂവ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലായിരുന്നു, കാരണം മക്കൾ സേഫ് അല്ലാത്ത കാരണം. ഇപ്പോൾ പിന്നെ ഈ ഹോസ്റ്റലിൽ നിർബന്ധമാക്കിയതുകൊണ്ട് മക്കളെന്തായാലും കൂടെ നിർത്താൻ പറ്റില്ല, മോളാണ് മെയിനായിട്ട്. അപ്പോൾ അവളെ ഞാൻ എന്തായാലും ഹോസ്റ്റലിൽ തന്നെ ആക്കുകയാണ്. അങ്ങനെ തന്നെ നിർത്താൻ പറ്റുള്ളൂ, അല്ലാതെ അവർ സമ്മതിക്കില്ല, കോളേജിൽ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്തായാലും കുട്ടി അവിടെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ അവൾക്ക് അഡ്മിഷൻ കിട്ടി ശരിയാവുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് നോക്കണം. ഇപ്പോൾ ഒരു ബിസിനസ് എന്തായാലും ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യില്ല, കാരണം മുന്നത്തെ പോലെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ട്രാവൽസ് ഫീൽഡിലാണ്. പക്ഷെ അത് ഇവിടെ ശരിയാവില്ല, മുന്നത്തെ പോലത്തെ അത്ര ബിസിനസ്സും കാര്യങ്ങളൊന്നും പ്രോഫിറ്റബിളും അല്ല, അതുമില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് തിരിഞ്ഞാൽ വീണ്ടും ഒരു മണ്ടത്തരമായി പോകും. അപ്പോൾ അത് തിരിയുന്നില്ല, വേറെ എന്തെങ്കിലും നമുക്ക് കുറച്ചും കൂടി സാലറി തന്നെ ഒന്നും കൂടി കൂടുതലായിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഇത് നോക്കണം എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്ക് അങ്ങനെ മനസ്സിലൊരു പ്ലാനുണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം
ഒറ്റയടിക്ക് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പോവാന്നൊക്കെ പറയുമ്പോൾ സമൂഹം സൊസൈറ്റി അറിയാമല്ലോ, അവൾ കുട്ടികളൊന്നും വിട്ടിട്ട് പോയി, കുട്ടികളെ നോക്കാതെ അവളെ ഇഷ്ടം നോക്കി പോയി. ഇതൊക്കെ തന്നെയാണ് നമുക്ക് എല്ലായിടത്തും കേൾക്കുക. കാരണം അതൊക്കെ ഇന്നല്ല, ഒരുപാട് പല വിധത്തിലും ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഇത്രയും എന്ന് പറയണത് 90% ഞാൻ കരഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് പരാതിയൊന്നുമില്ല. എന്താ പറയുക, നമുക്ക് പടച്ചവൻ വിധിച്ചതല്ലേ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല. എനിക്ക് ഇത്രയും തന്നല്ലോ, ഇപ്പോഴും ഒരു കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ അതിൽ വിഷമങ്ങളൊന്നുമില്ല. നമുക്ക് കൈത്താങ്ങായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു നല്ല ഇതിനായിട്ടൊരാളില്ല എന്നുള്ള വിഷമമല്ലേ ഉള്ളൂ. പക്ഷെ അത് റബ്ബ് ഒന്നല്ലെങ്കിൽ ഒന്ന്, എല്ലാ സുഖങ്ങളും കൂടിയിട്ട് എല്ലാവർക്കും റബ്ബ് കൊടുക്കില്ലല്ലോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ വഴി അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ടാവും, നമുക്ക് കരുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിജയിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരും ദുആ ഉണ്ടാവണം. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നല്ലതല്ലാത്ത ഒരു ലക്ഷ്യം അതിൻ്റെ പിന്നിലില്ല. എൻ്റെ മക്കളുടെ പഠിപ്പ്, എനിക്കൊരു വീട്, ഈ 2 ലക്ഷ്യം മാത്രമാണ്. അതിന് മുന്നിൽ എൻ്റെ ജീവിതമോ എൻ്റെ സന്തോഷമോ അതൊന്നും ഞാൻ നോക്കുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ കുറച്ച് ഉദ്ദേശങ്ങളും തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒക്കെ ഹയറായിട്ട് നടക്കുകയാണെങ്കിൽ, അതായത് പറഞ്ഞ മോളുടെ ഹോസ്റ്റലും കാര്യങ്ങളും റെഡി ആവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയി കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന എനിക്കും എൻ്റെ മക്കൾക്കും ഉണ്ടാവണം. പിന്നെ ഇപ്പോൾ ഇതേ കറി വെക്കുന്നതിൻ്റെ കാര്യം ഒന്നും പറഞ്ഞില്ല അല്ലേ. ഇതിപ്പോൾ നോർമലി സാധാ എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ബീഫ് കറി തന്നെയാണ്. അപ്പോൾ ഞാൻ രാവിലെ കറി ഉണ്ടാക്കുകയാണ്. ബീഫ് കറി വെച്ചു. കാരണം നമ്മൾ ഉച്ചയ്ക്കും രാവിലേക്കും ഉച്ചയ്ക്കും രാത്രിയിലേക്കും ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത് രാവിലേക്കുള്ള കറിയിൽ തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ വെച്ചാൽ അത്ര ടേസ്റ്റ് എനിക്ക് ഗീ റൈസിലേക്ക് തേങ്ങ അരച്ച കറി അത്ര ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല. അപ്പോൾ ഞാൻ അതിന് കുറച്ച് കറിയിലേക്ക് മാത്രം തേങ്ങ അരച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ 2 തരമാക്കി വെക്കണ്ടേന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അതുപോലെ ഒന്നായിട്ട് വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇതുപോലെ വേപ്പിലയും ഗരം മസാലയും ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എളുപ്പം. അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് വെക്കാച്ച ഒരുപാട് സമയം പോവും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അതൊന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ നമുക്ക് വേവിച്ചിട്ടുള്ള ഇതിന്ന് ഇറച്ചിക്കറിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് എടുത്തതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് വളരെ എളുപ്പമായിട്ടുള്ളൊരു വഴി കേട്ടോ. പിന്നെ ഞാൻ രാവിലെ വരുമ്പോൾ തന്നെ പത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പാക്കറ്റിൽ പത്തിരി കിട്ടും, അത് നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടും. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ചിക്കൻ കറിക്കോ ബീഫ് കറിക്കൊക്കെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇത് ഒരു കുറ്റി പുട്ട് എനിക്ക് ആയിട്ട് ഉണ്ടാക്കി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിനോട്. അപ്പോൾ പത്തിരി മക്കൾക്കും എനിക്ക് പുട്ടുമായിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.